എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ പ്രോഗ്രാം നടക്കുന്ന ഗ്രീൻ റൂം കാണിക്കും. അവിടെ ബ്യൂട്ടി ക്വീൻ മത്സരത്തിന് വേണ്ടി നമ്മുടെ പെൺകുട്ടികള് അവർ ചുന്ദരികളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കെന്റോ പെണ്ണ് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കും. പക്ഷേ ആ സീനിയർ ചെക്കൻ അവൻ കെന്റോയുടെ ലുക്കും കോലമൊക്കെ കണ്ട് ഇപ്പൊ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. പക്ഷെ കെന്റോയ്ക്ക് അവൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം അവൾ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവിടെ മുഴുവൻ ചെയ്തത് മോഡലിംഗ് മാത്രമാണ്. അപ്പൊ അവളുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ നെജീറിയോ കാണിക്കും. അവളും ഈ ഒരു ബ്യൂട്ടി ക്വീൻ മത്സരത്തിന് വേണ്ടി ഒട്ടിയൊക്കെ വാരിപ്പൊത്തി ലിപ്സ്റ്റിക്കിൽ കുളിച്ച് നിൽക്കാണ്. അപ്പൊ അതേ സമയത്ത് പൂക്കളുടെ സുഗന്ധമായിട്ട് അവിടേക്ക് ആരോ കടന്നു വരും. ആ സ്മെല്ല് അതെല്ലാവരും അവളെ ആസ്വദിച്ച് അതാരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ വിവിമി. അവളാണ് ഇതിനു മുൻപ് സ്കൂളിലെ നമ്പർ 1 സുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പെണ്ണ്. അവളാണെങ്കിൽ വമ്പം പോസൊക്കെ കൊടുത്ത് അങ്ങനെ ഇളിച്ചോണ്ട് നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ടൊഗോട്ടോ അവൻ അത്യാവശ്യമായിട്ട് എരികുരയും കൂട്ടി ഇപ്പൊ എവിടേക്കോ പോവാണ്. ക്ലാസ് ബിയുടെ പെർഫോമൻസ് അത് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. കട്ട് ചെയ്ത ചുന്ദരക്കുട്ടൻ അവൻ ആ ചിന്നപ്പെണ്ണുമായിട്ട് ഇപ്പൊ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അട്സുമ. അവളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവളുടെ റോബോട്ടിനെ അതിനെ തൂത്തും മിനുക്കിയൊക്കെ വീണ്ടും വീണ്ടും സുന്ദര കുട്ടപ്പനാക്കും. കട്ട് ചെയ്ത ചിരിക്കുട്ടൻ അവൻ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മുടെ ഹീറോ അവൻ പുറത്തു പോയിട്ട് ഇത്രയും ടൈമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഹീറോയെ കാണിക്കും. അവന്റെ കയ്യിലാണെങ്കിൽ ഇപ്പോഴും ആ വലിയ റാഡുണ്ട്. അവൻ ദൂരേക്ക് നോക്കും. ആ ഒരു വില്ലൻ അവൻ ഉഷാറായിട്ട് ചാടി ഓടി മുൻപോട്ട് പോവാണ്. മാത്രമല്ല അവൻ പോകുന്ന ഓരോ വഴിയിലും അവന്റെ എലാസ്റ്റിസിറ്റി അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് അവനൊരു ബുദ്ധി വെളിച്ചുണ്ടാവുക. എന്തുകൊണ്ട് അതേ എലാസ്റ്റിസിറ്റി യൂസ് ചെയ്ത് എനിക്കും അവന്റെ പിന്നാലെ പോയിക്കൂടാ? ഹീറോ നൈസായിട്ട് അവന്റെ എലാസ്റ്റിസിറ്റി പവർ ഉപയോഗിച്ച് ആ ഒരു റാഡ് അതിനെ ബാലൻസ് ചെയ്ത് മുകളിൽ നിർത്തി ആ വില്ലന്റെ പിന്നാലെ അങ്ങനെ ഓടി ഓടി വരും. ഇവിടെ വില്ലനാണെങ്കിൽ അവൻ ഒരുപാട് ദൂരെ ഓടി ഇപ്പൊ ഒരു പ്രത്യേക സ്ഥലത്ത് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴായിരിക്കും വില്ലൻ അവൻ കാണുക നമ്മുടെ ഇസുക്ക് പയ്യൻ. അവനിപ്പോ വില്ലന്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. വില്ലൻ വീണ്ടും വീണ്ടും അവന്റെ എലാസ്റ്റിസിറ്റി പവർ അത് വലിച്ചെറിഞ്ഞ് ഹീറോയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ആ എലാസ്റ്റിസിറ്റിയിൽ തൂങ്ങിയാടി അങ്ങനെ രണ്ടുപേരെയും ചവിട്ടി താഴ്ത്തിടും. എന്നിട്ട് ആ വില്ലന്റെയും വില്ലത്തെ പെണ്ണിന്റെയും കൈ അത് തിരിച്ചു പിടിച്ച് മട്ടയ്ക്ക് ലോക്ക് ചെയ്യും. അവർ രണ്ടുപേരും ഇപ്പൊ നിലവിളിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ആ വില്ലത്തെ പെണ്ണിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ആക്ച്വലി ഈ ചിന്നപ്പെണ്ണ് ഈ വില്ലനെ അവനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടുക്കി കുട്ടിയായിരുന്നു. അവളുടെ പേര് ഐബ എന്നാണ്. പക്ഷെ അവൾ പഠിക്കാൻ വളരെ മോശമായിരുന്നു. അവൾക്കാണെങ്കിൽ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കനെ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ ആഗ്രഹം അതൊരു ലെറ്ററിൽ എഴുതി അവന് കൊടുക്കും. പക്ഷെ അവൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ കളിയാക്കി നാണം കെടുത്തി വിട്ടു. അവൾക്ക് ആ സങ്കടം അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരുപാട് നാള് ഡിപ്രഷനൊക്കെ അടിച്ച് സ്കൂളിൽ പോവാതെ അവളുടെ വിഷമം അത് തുറന്നു പറയാൻ പറ്റാതെ അവൾ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ കണ്ടും സെർച്ച് ചെയ്തും അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് ആ ജെന്റിൽ ക്രിമിനലിന്റെ വീഡിയോ അത് കാണാം. അവന്റെ വീഡിയോയും പ്രസന്റേഷനും സംസാരവും അതൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടാവും. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ ഐഡിയ ഒക്കെ ഹാക്ക് ചെയ്ത് അവന്റെ ലൊക്കേഷൻ അത് കണ്ടുപിടിക്കും. എന്നിട്ട് വമ്പ സ്റ്റൈലില് ആ വില്ലനെ അവനെ നേരിട്ട് കാണാനായിട്ട് ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് തന്നെ അവൾ കടന്നു വരും. അവൾ ആ വില്ലനെ അവൻ ആദ്യം കാണുമ്പോൾ തന്നെ പറയും, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വലങ്കയെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൂടെ? അത് കേൾക്കുമ്പോ നമ്മുടെ വില്ലന് ആൾക്കാണെങ്കിൽ ഡബിൾ സന്തോഷാവും. അങ്ങനെ അവർ രണ്ടുപേരും അന്നു മുതൽ തിക് ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ചാണ് കഴിഞ്ഞു വന്നത്. പരസ്പരം കെയർ ചെയ്തും വീഡിയോസ് എടുത്തും അപ്ലോഡ് ചെയ്തും അങ്ങനെ ഹാപ്പി ആയിട്ട് ഇതുവരെ എത്തി. കട്ട് ചെയ്ത നമ്മുടെ ഹീറോ അവനിപ്പോഴും അവരെ രണ്ടുപേരെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പ കുഞ്ഞു പെണ്ണ് അവളിപ്പോ ജെന്റിൽ ക്രിമിനലിന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കും. ആക്ച്വലി അവൾക്ക് ആരോട് പ്രണയം തോന്നുന്നോ അവരുടെ പവർ അത് കൂടി വരും. ഇപ്പൊ അവളുടെ പ്രണയം ആ ജെന്റിൽ ക്രിമിനലിനോടാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പവർ ഇപ്പോ 5 ഇരട്ടിയായി മാറും. വില്ലൻ ചാടി എഴുന്നേറ്റ് കേസൊക്കെ തല്ലി തല്ലി ഒരു മൂലക്കിടും. എന്നിട്ട് ആ കുഞ്ഞിപ്പെണ്ണിനെ തൂക്കിയെടുത്ത് അവൻ സ്കൂളിലേക്ക് ഇപ്പൊ ചാടി ഓടും. കട്ട് ചെയ്ത സ്കൂളില് ഇപ്പൊ പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹീറോ അവൻ വീണ്ടും ഒരുപാട് അടിയൊക്കെ കിട്ടി അവശനായിട്ട് എഴുന്നേറ്റ് വരും. വില്ലന്റെ പിന്നാലെ ചെന്നവൻ വില്ലനെ പിടിച്ചു വലിക്കും. പക്ഷെ ആ വില്ലൻ അവൻ വീണ്ടും ഇപ്പൊ എലാസ്റ്റിസിറ്റി പവർ ഉപയോഗിച്ചുകൊണ്ട് അറഞ്ചം പറഞ്ചം ഹീറോയെ തല്ലി താഴേക്കിടും. വില്ലൻ പറയും, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതിൽ വെച്ച്
ഏറ്റവും വലിയ ഓപ്പറേഷൻ. ഇത് സക്സസ് ആയാൽ മാത്രമേ ഒരു 10 പേരെങ്കിലും എന്നെ തിരിച്ചറിയൂ. സോ നീ എന്തൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ പാടുപെട്ടാലും എന്നെ തിരുത്താൻ കഴിയില്ല. എന്നെ തോൽപ്പിക്കാനോ എന്റെ ലക്ഷ്യത്തെ തടയാനോ നിന്നെ കൊണ്ടാവില്ല. നിനക്ക് ഞാൻ ആരാണെന്നറിയോ? എന്റെ പവർ അതെന്താണെന്നറിയോ? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി തീരും ഞാനെന്ന് പറഞ്ഞ് ഇപ്പൊ ആ ജെന്റിൽ ക്രിമിനലിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. 18 വർഷങ്ങൾക്ക് മുൻപ് ആ വില്ലൻ ക്രിമിനൽ ആൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂപ്പർ ഹീറോ ആയി തീരണം എന്നാണ്. പക്ഷെ ഒരു സ്കൂളിൽ പോലും അവന് അഡ്മിഷൻ കിട്ടില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, അവൻ 4 തവണ പ്രൊവിഷണൽ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ആ 4 തവണയും അവൻ തോറ്റുപോയി. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ അവനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനാണ്. കാരണം അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും അവന്റെ കൂടെ പഠിച്ചവരും അവരെല്ലാവരും ഇതിനോടകം പ്രൊവിഷണൽ ലൈസൻസ് ഒക്കെ നേടി ഒരു സൂപ്പർ ഹീറോയെ തീർന്നു. പക്ഷെ ജെന്റിലിന് മാത്രം അവരുടെ ഏഴയലത്ത് പോലും ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനങ്ങനെ ഹായ് ആയിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ച് ചിന്താവിഷ്ടനായ ശ്യാമളിനെ പോലെ അങ്ങനെ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഏതോ ഒരാള് വലിയ ബിൽഡിങ്ങിന്റെ മേലെ ഒരു ഫ്രിഡ്ജില് തൂങ്ങിക്കിടക്കുന്നതായിട്ട് ഇവൻ കാണുക. ഇവൻ അവനെ രക്ഷിക്കാനായിട്ട് അവന്റെ എലാസ്റ്റിസിറ്റി പവർ അതുപയോഗിക്കും. പക്ഷെ എന്താ, അവനെ രക്ഷിക്കാൻ ഓൾറെഡി അവിടെ ഒരു സൂപ്പർ ഹീറോ എത്തിയിട്ടുണ്ടാവും. ഇവന്റെ എലാസ്റ്റിസിറ്റി പവറിൽ പെട്ട് ആ ഒരു സൂപ്പർ ഹീറോ അവൻ അങ്ങനെ താഴെ വീഴും. അതിന്റെ തൊട്ടു പിന്നാലെ ഫ്രിഡ്ജിൽ തൂങ്ങിക്കിടന്നവനും ആ ഫ്രിഡ്ജും അതും ഇപ്പൊ താഴേക്ക് വീഴും. അവനെ ഓൺ ദ സ്പോട്ടില് പോലീസ് അറസ്റ്റ് ചെയ്യും. ഒരു നല്ല കാര്യം ചെയ്യാൻ പോയി ലാസ്റ്റ് വലിയ പ്രശ്നത്തിലായിരിക്കും അവൻ ചെന്നുപെടുക. ഭാഗ്യത്തിന് താഴെ വീണ 2 പേർക്കും അവരുടെ ജീവൻ നഷ്ടാവില്ല. പക്ഷെ എന്താ, 6 മാസം അവർക്ക് ബെഡ് റെസ്റ്റ് ആണ്. അതുകൊണ്ട് ജെന്റിലിനെയും 6 മാസത്തേക്ക് അറസ്റ്റ് ചെയ്ത് അവർ ലോക്കപ്പിൽ തള്ളും. ഈ വിവരം അറിഞ്ഞ അവന്റെ അമ്മയ്ക്ക് അത് സഹിക്കാനാവില്ല. ഇനിയൊരിക്കലും ജെന്റിലിനെ ഒരു സൂപ്പർ ഹീറോ ആയി കാണാൻ കഴിയില്ല എന്നറിഞ്ഞ് അവർ ഒരുപാട് ദേഷ്യപ്പെട്ട് അവനെ അടിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് 2 വർഷം കഴിഞ്ഞ് മീശയും താടിയൊക്കെയായി നമ്മുടെ ആള് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ അവൻ കാണുക. അവനാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആയി മാറി ഇപ്പൊ സ്വന്തമായിട്ട് ഒരു സൂപ്പർ ഹീറോ ഏജൻസി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓടി വന്ന് അവന്റെ ഫ്രണ്ടിനോട് ചോദിക്കും, ഹായ്, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നീ ഇപ്പൊ ശരിക്കും വലിയ ആളായി പോയല്ലേ? അവനുടനെ എടുത്തടിച്ച് ജെന്റിലിനോട് ചോദിക്കും, നീ ആരാ? എനിക്ക് നിന്നെ അറിയില്ല. ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടുമില്ല. ജെന്റിലിനാണെങ്കിൽ അത് താങ്ങാനാവില്ല. അന്ന് ആ നിമിഷം മുതല് അവൻ ആഗ്രഹിക്കാൻ തുടങ്ങിയതാണ് എല്ലാവരും അറിയുന്ന ഒരു വില്ലനായി തീരണമെന്ന്. കട്ട് ചെയ്താ ഇപ്പൊ ജെന്റിലും നമ്മുടെ ഇസുക്ക് പയ്യനും അവർ 2 പേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവളുടെ പ്രണയം അത് തീവ്രമാക്കി ആ ജെന്റിലിന്റെ പവർ അത് കൂട്ടി കൊണ്ടുവരും. വില്ലൻ ചോദിക്കും, നീ എന്തിനാ ഒരു സൂപ്പർ ഹീറോ ആയി മാറണം എന്ന് ആഗ്രഹിക്കുന്നേ? അതിന് ഹീറോ പറയും, എന്റെ ചെറുപ്പം മുതലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണിത്. എന്റെ റോൾ മോഡൽ ആ ചിരിക്കുട്ടനാണ്. അവനെപ്പോലെ ആയി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തെ പോലെ എല്ലാ പ്രതിസന്ധികളെയും ചിരിച്ചുകൊണ്ട് എനിക്ക് നേരിടണം. എന്നെയും എന്റെ പ്രവൃത്തികളെയും ഒരുപാട് പേര് റോൾ മോഡലാക്കി വീണ്ടും ഈ ലോകത്തില് നല്ല നല്ല സൂപ്പർ ഹീറോസ് ഉണ്ടാവണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കട്ട് ചെയ്ത ആ വില്ലത്തി പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ US സ്കൂളിന്റെ അലാം അതിന്റെ സോഫ്റ്റ്വെയർ അതെങ്ങനെയെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് കട്ടായി പോകുന്തോറും അവൾ സ്കൂളിന്റെ അടുത്തേക്ക് ഓടി വരും. അപ്പൊ അതേ സമയത്ത് ഹൗണ്ടായും എക്ടോപ്ലാസും അവരെല്ലാവരും സ്കൂളിന് ചുറ്റും റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഹീറോ അവനവന്റെ പവർ എടുത്ത് വില്ലന് ടാഞ്ഞൊരിട്ടി ഇടിക്കും. ആ ഒരു ഇട്ടിയില് വില്ലൻ കറങ്ങി അടിച്ച് താഴെ വീഴും. അപ്പോഴായിരിക്കും ആ വില്ലത്തി പെണ്ണ് അവൾ നിലവിളിച്ച് ഓടി വരും, മാസ്റ്റർ, അവിടെ മുഴുവൻ സെക്യൂരിറ്റീസ് ആണ്. എന്നെ കൊണ്ട് ആ ഒരു അലാം അത് ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇസുക്ക് പയ്യൻ അവൻ ജെന്റിലിനെ ഇടിക്കുന്ന കണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് അവളിപ്പോ ആ ലാപ്ടോപ്പ് വെച്ച് ഇസുക്ക് പയ്യനെ അറഞ്ചം പൊറഞ്ചം അടിക്കും. അപ്പൊ ജെന്റിലിന് അവന് പഴയ ചില കാര്യങ്ങള് ഓർമ്മ വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ജെന്റില് അവൻ ആ കുഞ്ഞിപ്പെണ്ണിനോട് പറയും, നീ ഒരിക്കലും എന്റെ ടീമില് ചേരാൻ പാടില്ല. ഞാനൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരിക്കലും എന്റെ പാതയിലേക്ക് വരാൻ പാടില്ല. അതിനവൾ കെഞ്ചും, ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിക്കരുത്. ഞാനും ഇപ്പോ ഒരു വില്ലത്തിയാണ്. ഒരുപാട് ഹാക്കിംഗ് ഒക്കെ നടത്തി ഞാനും ഒരുപാട് പേരെ ചീറ്റ് ചെയ്തു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അപ്പൊ എക്ടോപ്ലാസം അവൻ അവിടേക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് നടന്നു വരും. വില്ലൻ അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ഇസുക്ക് പയ്യനെ അങ്ങനെ അട്ടിച്ച് തെറിപ്പിച്ച് ആ കുഞ്ഞു പെണ്ണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് അവരെല്ലാവരും ചേർന്ന് അവരെ റൗണ്ട് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.